എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പോൾ എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് പാക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ വളരെ എഫക്റ്റീവാണ്. നമ്മൾ ഒരാഴ്ച തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു പായ്ക്കാണ്. പിന്നെ ഇതിനൊപ്പം തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് ആയിട്ടുള്ളൊരു പായ്ക്കും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്ന ഒരു പായ്ക്ക് പറഞ്ഞു തരാമോയെന്ന്. അപ്പോൾ അത് ഈ ഒരു കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ചാനലും കൂടി ഉണ്ട്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ ബൈ ശ്രുതി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവർ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. നന്നായിട്ട് സ്കിൻ നിറം വയ്ക്കട്ടെ. ഒരാഴ്ചയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിഡ് പായ്ക്കാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, റോസ് പെറ്റൽ പൗഡറാണ്. അപ്പോൾ ഈ റോസ് പെറ്റൽ പൗഡർ നമുക്ക് ഒന്നുകിൽ റെഡിമെയ്ഡായിട്ട് മേടിക്കാം, അതല്ല എങ്കിൽ നമുക്ക് റോസാപ്പൂ ഒക്കെ ഇഷ്ടംപോലെ വീട്ടിലുള്ളവരാണെങ്കിൽ അതൊന്ന് തണലത്തിട്ട് ഉണങ്ങിയതിന് ശേഷം പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റോസ് പെറ്റൽ പൗഡർ ഇത് 100 ഗ്രാമിൻ്റെ ഒരു പായ്ക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പോൾ അതിന് 299 ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് കിടക്കുന്നത്. പക്ഷേ ഇത്ര റേറ്റ് ആവത്തില്ല, ഞാനെന്തോ ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫറൊക്കെ വരും. പിന്നെ അതല്ല എങ്കിൽ ഇതുപോലെ ഇത് പല റേഞ്ചിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വില കുറഞ്ഞതും അതുപോലെ തന്നെ വില കൂടിയതും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി വാങ്ങിക്കാം. അപ്പോൾ ഈ റോസ് പെറ്റൽ പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് റോസ് പെറ്റൽ പൗഡർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എക്സ്ഫോളിയേറ്ററാണ്, അതുപോലെ തന്നെ നാച്ചുറൽ ക്ലെൻസറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റി കിട്ടുന്നതിനും ഏജിങ്ങിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറുന്നതിനും ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഈവൻ സ്കിൻ ടോൺ കിട്ടുന്നതിനും അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതിനും അതുപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റോസ് പെറ്റൽ പൗഡർ. അപ്പോൾ നമുക്ക് എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡൽവുഡ് പൗഡറാണ്. അപ്പോൾ സാൻഡൽവുഡ് പൗഡർ നമുക്കറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊരു തണുവ് കിട്ടാനൊക്കെ ഈ ഒരു പൗഡർ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ആഗ്നേ മാറാനും അതുപോലെ സൺടാൻ മാറാനും ഒക്കെ ഈ സാൻഡൽവുഡ് പൗഡർ വളരെ എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 20 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ. അതിന് 40 രൂപയാണ് വരുന്നത്. 20 ഗ്രാമല്ല, 15 ഗ്രാമിൻ്റെ ടിന്നാണ്. 40 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തലവേദന, മൈഗ്രെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഇത് സാൻഡൽവുഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള പായ്ക്കുകൾ ഒരുപാട് നേരം നമ്മളെ ഫേസിലേക്ക് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നല്ലൊരു തണുവാണ് നമ്മുടെ ഫേസിന് ഈ സാൻഡൽവുഡ് പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ എന്നും ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് നേരമൊക്കെ വെച്ചാൽ മതി, അതിന് കൂടുതലൊന്നും വെക്കണ്ട. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫേസ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. തൈരിൽ ലാക്റ്റിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ മാറാനും അതുപോലെ തന്നെ സ്കിൻ മോയ്സ്ചറൈസ് ആകാനും ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും മാറാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല സപ്പിളായിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഒരുപാട് അങ്ങ് മിക്സാക്കി എടുക്കണ്ട കേട്ടോ. അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിനുശേഷം വേണമെങ്കിൽ നമുക്കിത് 1-2 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ ബാലൻസ് ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കണതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൽ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട. ഫ്രിഡ്ജിൽ 1-2 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പായ്ക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ തൈര് യൂസ് ചെയ്താലാണ്. ഇനിയിപ്പോൾ ഈ തൈര് പറ്റാത്തവർക്ക് ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മിൽക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഈ തൈര് പറ്റാത്തവർക്ക് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിനായിട്ട് ഒരു പായ്ക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൾട്ടണിമിട്ടി ഉപയോഗിച്ചൊരു പായ്ക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പായ്ക്ക് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കാത്തത്.
അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് നന്നായിട്ട് പഴുത്ത പഴമില്ലേ, ഒന്നെങ്കിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ ചെറുപഴം ഏത് പഴമാണെങ്കിലും എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിൽ നിന്നൊരു 2 സ്പൂൺ എടുക്കാം. അപ്പോൾ അത് പഴം ഇല്ല എങ്കിൽ നമുക്ക് ഈ പപ്പായ കിട്ടുമല്ലോ, പപ്പായ നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ അതൊരു 2 സ്പൂൺ എടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയും ചേർക്കുക. പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഹണിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പതിയൊന്ന് മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പായ്ക്കുന്ന നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നൊരു പായ്ക്കാണ് കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല കിടു റിസൾട്ട് ആയിരിക്കും. പിന്നെ ഈ ഒരു പായ്ക്ക് പപ്പായയാണ് ഏറ്റവും എഫക്റ്റീവ്. അതിന് കിട്ടിയില്ലെങ്കിൽ മാത്രം ബനാന യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുപാട് പേസ്റ്റ് പരുവത്തിലാവണ്ട, അത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഏത് പായ്ക്കാണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കാരണം എല്ലാവർക്കും എഫക്റ്റീവ് ആവണമെന്നില്ല, അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമുക്കിത് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് വരാം. ഏകദേശം ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫേസ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം വെള്ളം ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ ഒരു മസാജിങ് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ സൺടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.